പൗലോസ് പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞല്ലോ. തിരക്കി പോയവരും വന്നു. ഞാനിവിടെ എന്ത് വിശ്വസിച്ചിരിക്കും? കർത്താവേ, കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ എന്റെ പൗലോസ് കുട്ടി ഇവിടെ എത്തിക്കണേ. അഹങ്കാരി, പുളിമൂട്ടി കറിയായിക്ക് എന്നതാടി ഒരു കുറവ്? അവനെ നല്ല ഒന്നാന്തരം തറവാട്ടുകാരന്. കെട്ടിച്ചയക്കാൻ പെങ്ങന്മാരില്ല. പട്ടുപോലത്തെ സ്വഭാവം, ഇഷ്ടം പോലെ ഭൂസത്തു. പിന്നെ എപ്പോ നോക്കിയാലും കുടിച്ചു മറിഞ്ഞ് നടക്കുന്നതല്ലേ പട്ടു സ്വഭാവം. എടി, ആണുങ്ങളാണെങ്കിലേ കുടിക്കണം. അപ്പോഴേ അവർക്ക് രുചി ഉണ്ടാവത്തുള്ളൂ. നിന്റെ അപ്പനെ കളപ്പരയ്ക്ക തോമ ഈ കരയിലെ പേരെടുത്ത ഒരു കുടിയനായിരുന്നു. പക്ഷെ കുടുംബം നോക്കുന്ന കാര്യത്തില് അതിയാന്റെ പുറകിലേ നിൽക്കത്തുള്ളായിരുന്നു മറ്റാളുകൾ. എന്റെ മോക്കിത് നല്ല ബന്ധമാണ്. കല്യാണക്കാര്യത്തെ പറ്റി മാത്രം അമ്മ എന്നോടൊന്നും പറയണ്ട. പിന്നെ നീ ആര് വരാനാടി ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മറ്റം വരും കുതിരപ്പുറത്ത്. വന്നില്ലെങ്കിൽ വേണ്ട. തറവല പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട. അടുത്ത ആഴ്ച കല്യാണം ഞാൻ വിളിച്ചു ചൊല്ലിക്കും. അത് ഓർത്തോ. എന്റേതായിരിക്കില്ല. നിന്റേത് തന്നെടി. കളപ്പരയ്ക്കത്തോമായുടെ കെട്ടിയോട് ത്രേസ്യാമ്മയാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. പേടിച്ചു പോയാ? ഏതു നേരം മന്ത്രം പഠിച്ചോണ്ടിരുന്ന എങ്ങനാ? പുറത്തേക്ക് പോണ വരണ? എവിടെ പോകാൻ? പുറത്തു ഒരു ഒലവുണ്ട്, കാട്ടിത്തരാം. വേണ്ട വള്ളി, വള്ളിക്ക് കൂട്ടുകാരികളുണ്ടല്ലോ, അവരുടെ കൂടെ പോകാമല്ലോ. കൂട്ടുകാരനുള്ളപ്പോ തോഴികൾ എന്തിനാ? വാ പോവാം. തോഴനും കൂട്ടരും ഒന്നും വേണ്ട. എന്ത് പാടുപെട്ടാ അവരുടെ ഇടയിൽ നിന്ന് പോരണേന്ന് നിങ്ങൾക്കറിയോ? വള്ളിയുടെ അച്ഛനറിഞ്ഞാൽ വള്ളിയെ വഴക്ക് പറയില്ലേ? എന്തിന്? നിങ്ങളിൽ പെട്ടവനല്ലാത്ത ഒരുത്തന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ. എത്ര നിർത്തി ചൊല്ലിയിരിക്കണം? അങ്ങനെ ചൊല്ലരുതെന്ന്. ഇവിടെ വന്നാ പിന്നെ വേറെ കൂട്ടമില്ല. ഞാൻ വള്ളി വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് ആയുഷ്കാലം മുഴുവനും എനിക്ക് കടപ്പാടുണ്ട്. അതൊന്നും വേണ്ട. ഇങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ കിട്ടിയാ മതി. വള്ളി, അച്ഛനോ മറ്റോ വന്നാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ആര് വന്നാലും ഒന്നുമില്ല. നിങ്ങൾ മാത്രം മതി. വള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ തെറ്റുകാരനായിക്കൂടെ വള്ളി? അച്ഛൻ ഇന്നാന്ന് വെച്ചാ ജീവനായിപ്പോ. പോലെ അച്ഛൻ ഏതാണ്ടൊക്കെ നനച്ചു വെച്ചിരിക്കണം. പോകാം വള്ളി, സമയം ഏറെയായി. അച്ഛൻ അന്വേഷിക്കും. ഇനി നാളെ സംസാരിക്കാം. മോളെ മേരിക്കുട്ടി. എന്താ തൊമ്മൻ ചേട്ടാ? പൗലോച്ചായനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ അറിഞ്ഞില്ലേ? എന്താ ചേട്ടാ, പൗലോച്ചായൻ എവിടെയാ? നീ അറിഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നമ്മുടെ പൗലോച്ചനെ കർത്താവ് തിരിച്ചു വിളിക്കുന്ന മോളെ കേൾക്കണ. എന്ത് കർത്താവേ, ഇതുപോലൊരു പെരുമാറ്റവും സ്നേഹവും വള്ളിയുടെ അച്ഛനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ ഇഷ്ടം തോന്നിയാ അങ്ങനെയാ, എന്തും ചെയ്തു കൊടുക്കും. എന്തെന്ത് വിദ്യകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. എല്ലാം പഠിപ്പിച്ചത് പേരച്ഛനും. ഇനി ഒന്നും പഠിപ്പിക്കില്ല. എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ? അങ്ങനെയാ? എന്നാ നോക്കിക്കോ.
വള്ളി, എനിക്ക് പേടിയാവുന്നു. വള്ളി വേണ്ട, വള്ളി, വള്ളി വേണ്ട, എന്നെ രക്ഷിക്കു വള്ളി. ശ്ശോ, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയമാവുന്നു ഇവിടെ നിൽക്കാൻ. ഏനല്ലല്ലോ എല്ലാം പഠിപ്പിച്ചത്, അച്ഛനല്ലേ? വള്ളി, എനിക്ക് പേടിയാവുന്നു വള്ളി. വേണ്ട വള്ളി, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? പേടിക്കണ്ട, എന്റെ കയ്യിൽ കയറിക്കോളൂ. ഇനി എന്നും ഇങ്ങനെ കയ്യിലിരുന്നാ മതി. ഏനെപ്പോഴും കാണാലോ, എവിടെയും പോവില്ലല്ലോ. എത്ര വലിയ രൂപമാണ് നീ. നിന്നെ കണ്ടിട്ടേ എനിക്ക് ഭയമാവുന്നു. എന്തിനാ പേടിക്കണേ? ഏൻ ഉറച്ചു പിടിച്ചോളാം. ഒന്ന് വിടു വള്ളി, ഒന്നും വേണ്ട, നീ എന്നോ താഴെ ഇറക്കിയാ മതി. എന്നാ ഇറങ്ങിക്കോ. അയ്യോ, നീ എന്നെ ഭയപ്പെടുത്തിക്കളഞ്ഞല്ലോ വള്ളി. ഈ വിദ്യ ചൊല്ലിത്തരട്ടെ? പറയേ. ഇപ്പോ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. ഏനെ ഒന്നാ കയ്യിലെടുക്കൂ. പിന്നെ പിന്നെ എടുത്തു എടുത്തു, അവിടെ തന്നെ നിന്നേ മതി. ഏന് ആ കയ്യിലേറി നിൽക്കാൻ കൊതിയായിട്ടല്ലേ? ഒന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഏനിപ്പ ഇവിടെ കിടന്ന് നിലവിളിക്കോ? ശരി, എന്നാല് വന്നേക്ക്. ഏൻ മോഹിച്ചിട്ടല്ലേ? ആ കറിക്കോ. അങ്ങനെ ഏനിനി ഇറങ്ങൂല്ലല്ലോ. ഏനിവിടെ തന്നെ നിൽക്കും. ഞാനിപ്പൊ താഴെയിടും. അയ്യോ, ഏനെ താഴെ ഇടല്ലേ. വേണ്ടെങ്കി ഏനെ നിലത്ത് നിർത്തിക്കോ. ഇനി പതുക്കെ. താഴെ ഇറങ്ങ. ഇതുപോലെ കുറെ വിദ്യകളുണ്ട്, എല്ലാം ഞാൻ പഠിപ്പിക്കാട്ടോ. വള്ളിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ? നിന്റെ പഠിപ്പിക്കലും പഠിക്കലും കുറെ ഏറണുണ്ട്. അച്ഛന്റെ സ്ഥാനം കറുപ്പനില്ലല്ലോ. അതില്ലെങ്കിലും ഏനൊരു സ്ഥാനം തരുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. വേണ്ടാത്തതിലൊന്നും കറുപ്പൻ തലയിടണ്ട. വേണ്ടാത്തത് ചെയ്യുന്നത് കാണുമ്പോ ഏന് ചോദിക്കാൻ അധികാരമുണ്ട്. ഏൻ ചോദിക്കും. കറുപ്പ, ഏൻ എന്തും ചെയ്യും. അത് ചോദിക്കാൻ കറുപ്പൻ അധികാരമില്ല. ഉണ്ടായാൽ എന്നും ഉണ്ടാകില്ല. വള്ളി, കറുപ്പൻ ഉശിരോടെ ഇരുന്ന നിനച്ചതൊക്കെ നടത്തും. നീ നിനക്കുന്നത് നടക്കാൻ പോണില്ല. അത് കാണാം. വള്ളി, ഈ കറുപ്പനാണ് ചൊല്ലുന്നത്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത വിദ്യകളാണ് പൗലോസ് വശത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നാ? എന്റെ സ്ഥാനം നിനക്ക് തരാൻ. അതിനൊക്കെ ഇടം വെച്ചത് എന്റെ മോൾ വള്ളിയ. എന്നോട് കാണിച്ച സ്നേഹത്തിന് എന്റെ ജീവിതം തന്നെ കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കണ്ട. എന്റെ മോൾ കൊതിച്ചതെന്തും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ എന്റെ മോളെ കെട്ടണം. അതാണ് എന്റെയും അവളുടെയും മോഹം.